മഹാമാന്ത്രിക കഥകളാൽ നിറഞ്ഞ കേരളത്തിലെ ഒരേ ഒരു പള്ളിയാണ് കേട്ടോ നമ്മുടെ കടമറ്റം പള്ളി എന്ന് പറയുന്നത്. മഹാമാന്ത്രികനായ കടമറ്റത്തച്ഛൻ ജീവിച്ചിരുന്ന പള്ളിയാണ്. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് കോലഞ്ചേരി അരക്കില്ലം പഞ്ചായത്തിലാണ് നമ്മുടെ കടമറ്റം പള്ളി സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു പള്ളി കൂടിയാണിത്. എന്നിരുന്നാലും യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള തർക്കം മൂലം ഈ പള്ളി 1998 അടച്ചിടുകയും പിന്നീട് 8 വർഷങ്ങൾക്ക് ശേഷം 2006 ഈ പള്ളി വിശ്വാസികൾക്കായിട്ട് തുറന്നു കൊടുക്കുകയും ചെയ്തു. ഈ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സാധാരണ പള്ളിയിൽ നിന്ന് അപേക്ഷിച്ച് ഇതിൻ്റെ തിരുമുറ്റത്തൊരു കെടാവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് സമാനമായിട്ടുള്ള ചില പ്രത്യേകതകളും ഇവിടെയുണ്ട്. അതുപോലെ ഇവിടെ നേർച്ച എന്ന് പറയുന്നത് കുരുതിയും, കടമറ്റത്തച്ഛൻ മാന്ത്രികനായിരുന്നത് കൊണ്ട് തന്നെ കുരുതിക്ക് ഇപ്പോഴും കോഴി നേർച്ച പോലെയുള്ള കുരുതികൾ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട് എന്നുള്ളത് ഈ ഒരു പള്ളിയുടെ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പള്ളിയുടെ റൈറ്റ് സൈഡിൽ അച്ഛനുണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന കെടാവിളക്ക് ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ സാധാരണ പള്ളികളിൽ നിന്ന് അപേക്ഷിച്ച് ഇതിൻ്റെ ചുവരുകൾക്ക് അന്ന് മാന്ത്രികത നിറഞ്ഞ സമയത്ത് പിശാചുക്കൾ അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് അച്ഛനെ ആക്രമിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് ക്ഷതമേൽക്കുകയും ആ ക്ഷതങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ ഈ അതുപോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ വാതിലുകൾ എന്ന് പറയുന്നത് സാധാരണ അമ്പലത്തിൻ്റെ ശ്രീകോവിൽ വാതിൽ പോലെ തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ നമുക്ക് അൾത്താരയിൽ കാണാം, സാധാരണ ദേവാലയത്തിനുള്ളിൽ റെഡ് തിരശ്ശീലയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ നേരെ വ്യത്യസ്തമായിട്ട് ഒരു ബ്ലാക്ക് തിരശ്ശീല കൊണ്ടാണ് അൾത്താര രൂപീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കടമറ്റത്ത് അച്ഛൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നതും ഈ ഒരു പള്ളിക്ക് ഉള്ളിലായിട്ടാണ്. അതുപോലെ തന്നെ കടമറ്റത്തച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പാതാളത്തിൽ നിന്ന് വന്ന പിശാചുക്കൾ അദ്ദേഹത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി ഈ പള്ളിയുടെ 4 സൈഡിലുള്ള വാതിലുകളിൽ ആഞ്ഞിടിക്കുകയും ഭിത്തികൾക്ക് മുകളിലേക്ക് പ്രഹരിക്കുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ ശേഷിപ്പുകൾ ഇന്നും ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടെ ഉള്ള അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് ഇരിക്കുന്ന സ്ഥലം ഇതാണ്. അതുപോലെ തന്നെ അന്ന് പിശാചുക്കൾ പ്രഹരമേൽപ്പിച്ച പല ഭാഗങ്ങളും ഇന്നും പള്ളിക്കുള്ളിൽ കാണാൻ നമുക്ക് കഴിയും. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു അൾത്താര കൂടിയാണ് ഇപ്പം നമ്മളുടെ മുന്നിലുള്ള ഈ ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങൾ. അതുപോലെ ഈ പള്ളിക്ക് ഈ ഒറ്റ ബിൽഡിങ്ങിന് ഇതിനൊരു ചെറിയ ചെരുവുണ്ട്. അന്ന് പിശാചുക്കൾ പ്രഹരിച്ചത് മൂലമുണ്ടായ ഒരു ചെരുവാണ് എന്നാണ് ഇതിവിടെ പറയുന്നത്. അതും ഈ ഒരു പള്ളിയുടെ പ്രത്യേകത തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛൻ അന്തർധാനം ചെയ്തു എന്ന് കരുതപ്പെടുന്ന പോയിടം പള്ളി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അതായത് തൻ്റെ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് താൻ ഇവിടെ ഇനിയും ജീവിച്ചിരുന്നാൽ ഒരുപാട് പിശാചുക്കൾ തന്നെ തിരക്കി പാതാളത്തിൽ നിന്ന് വരികയും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ അച്ഛൻ തൻ്റെ മാന്ത്രികത ഉപയോഗിച്ച് ഇതിന് കുറച്ച് താഴെ ഒരു പള്ളി കൂടിയുണ്ട്. അതിന് പോയിടം പള്ളി എന്നാണ് പറയുന്നത്. അവിടെ ഒരു കിണറുണ്ട്. ആ കിണർ കാണാനാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ആ കിണറിൽ ഇറങ്ങി അച്ഛൻ പാതാളത്തിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെയാണ് കൂടുതലും കുരുതി അതുപോലെയുള്ള നേർച്ച കാഴ്ചകളൊക്കെ ഭക്തർ സമർപ്പിക്കുന്നത്. ഈ ഒരു കിണറ്റിനരികിലായിട്ടാണ് കേട്ടോ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കുമെന്നാണ് ഇപ്പോഴും ഭക്തർ വിശ്വസിക്കുന്നത്. ഈ ഒരു കിണറ്റിനുള്ളിലൂടെ ഇറങ്ങിയാണ് അച്ഛൻ പോയതെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. മഹാമാന്ത്രികനായ കടമറ്റത്തച്ഛൻ്റെ പേരിൽ ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും അതിപുരാതന പള്ളിയാണ് കടമറ്റം.